Welcome students. Plus 1 chemistry ile first unit some basic concepts of chemistry. ഈ ചാപ്റ്ററിലെ laws of chemical combination അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ compounds എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. What are compounds? Atoms of different elements combines in a fixed ratio to form compounds. എന്താണ് വ്യത്യസ്ത എലമെൻസിൻ്റെ ആറ്റംസ് ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാണ് കോമ്പൗണ്ട് ഉണ്ടാവുക. സോ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻസ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ടു ഫോം കോമ്പൗണ്ട്സ്. ആൻഡ് ദിസ് കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ടു ഫോം കോമ്പൗണ്ട്സ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ ലോസ്. ദേ ആർ കോൾഡ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് ചില അടിസ്ഥാന തത്വങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുക. നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൊപ്പോസ്ഡ് ബൈ അന്റോയിൻ ലവോയ്സിയർ. എന്താണ് കൺസേർവ് ചെയ്യാന്ന് വെച്ചാൽ സംരക്ഷിക്കുക അല്ലേ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. What is law of conservation of energy? Energy can neither be created nor to be destroyed. അതുപോലെ തന്നെ നമുക്ക് പറയാം law of conservation of mass. That is, matter can neither be created nor to be destroyed. മാറ്ററിനെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. That is law of conservation of mass. Matter can neither be created nor to be destroyed. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുക? റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? മാറ്റർ പുതുതായിട്ട് ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. Then what is occurring in a chemical reaction? There is only rearrangement of matter or reorganization of matter take place in a chemical reaction. റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ കൂടിച്ചേർന്ന് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു. അവിടെ ദർ ഈസ് ഓൺലി റീഅറേഞ്ച്മെൻറ്റ് ഓഫ് മാറ്റർ. മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ദെൻ മാറ്റർ സൃഷ്ടിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എങ്കിൽ വാട്ട് അബൌട്ട് ദി മാസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ്. C+O2 gives CO2. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നു. ഇവിടെ വാട്ട് ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് കാർബൺ? 12 gram. വാട്ട് അബൌട്ട് ഓക്സിജൻ? അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16 gram. അപ്പോൾ O2 എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് എന്ത് വരും? 32 gram. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്താണ്? 12 + 32 അല്ലെങ്കിൽ 44. മോളിക്കുലാർ മാസ് കാണുന്നത് അറ്റോമിക് മാസ് ആഡ് ചെയ്താണ്. സോ 44 gram CO2. ഇപ്പോൾ 12 gram കാർബൺ 32 gram ഓക്സിജനുമായി ചേർന്ന് 44 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. വാട്ട് ഈസ് ദി മാസ് ഓഫ് റിയാക്റ്റൻ്റ് ഇൻ ദിസ് റിയാക്ഷൻ? 12 + 32. That is equal to 12 + 32 അല്ലെങ്കിൽ ഓർ എന്ത് വരും? 44. പ്രോഡക്റ്റിൻ്റെ മാസും എത്രയാണ്? 44. സോ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. ഇവിടെ കാർബണും ഓക്സിജനും ചേർന്ന് വേറൊരു ഡിഫറെൻ്റ് ആയ പ്രോഡക്റ്റായി കാർബൺ ഡൈ ഓക്സൈഡായി. ബട്ട് ദി മാസ് ഈസ് കൺസേർവ്ഡ് ഡ്യൂറിങ് ദി റിയാക്ഷൻ. Total mass of reactant is equal to total mass of product. That is law of conservation of mass. So matter can neither be created nor to be destroyed, or in a chemical reaction total mass of reactant is equal to total mass of product. അപ്പോൾ നമ്മൾ law of conservation of mass പറഞ്ഞു. Matter can neither be created nor to be destroyed, or total mass of reactant is equal to total mass of product. ഇതുപോലെ ഏത് റിയാക്ഷൻ എടുത്താലും റിയാക്റ്റൻ്റ് ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ് ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ.
law of definite proportion അല്ലെങ്കിൽ law of constant proportion. That is proposed by Joseph Proust. Law is proposed by Joseph Proust. Then the law can be stated as a given compound always contains the same proportion of elements by mass. A given compound always contains the same proportion of elements by mass. ഒരു കോമ്പൗണ്ട് അതെങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്താലും അതിലുള്ള എലമെൻറ്റ്സ് ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും. എലമെൻറ്റ്സിൻ്റെ മാസുകൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാകും. ഇതാണ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ്. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനുപാതം. അപ്പോൾ ഒരു ഗിവൺ കോമ്പൗണ്ടിൽ എല്ലായ്പ്പോഴും എന്താണ് അതിലുള്ള എലമെൻറ്റ്സിൻ്റെ മാസുകൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാകും. ടേക്ക് ആൻ എക്സാമ്പിൾ. ദി കോമ്പൗണ്ട് വാട്ടർ H2O that can be obtained from different sources. അല്ലേ, നമുക്ക് വാട്ടർ കിട്ടാനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്? റെയിൻ വാട്ടർ അല്ലേ, മഴവെള്ളത്തിൽ നിന്നും നമുക്ക് വാട്ടർ കിട്ടും. അതുപോലെ വെൽ വാട്ടർ, പോണ്ട് വാട്ടർ, അതുപോലെ ഡിഫറെൻറ്റ് സോഴ്സസ്, നാച്ചുറൽ സോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനിലൂടെ നമുക്ക് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ വാട്ടറെ നമുക്ക് കിട്ടാനുള്ള ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട് വാട്ടറിന്. ഇനി ഇതേത് സോഴ്സിൽ നിന്ന് കിട്ടിയ വാട്ടർ ആയിരുന്നാലും അതിനകത്തുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് എന്താണ്? മാസുകൾ തമ്മിലുള്ള അനുപാതം എന്താണ്? ദിസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ഇൻ ദി റേഷ്യോ. ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 2. അറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ വരുമ്പോൾ 2 വരും. 2:60. ഓർ സിംപ്ലിഫൈഡ് റേഷ്യോ എന്ത് വരും? 1:8. So in water, the ratio between the masses of hydrogen and oxygen is 2:16 or 1:8. ഈ ഒരു റേഷ്യോ വന്നിരുന്നാൽ മാത്രമേ എന്താവൂ? വാട്ടർ ആവൂ. So the ratio between hydrogen and oxygen in water is always 1:8, irrespective of its source. ഏത് രീതിയിൽ നമുക്ക് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തുള്ള എലമെൻറ്റ്സ് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അതിൻ്റെ റേഷ്യോ 1:8 ആയിരിക്കും. ദാറ്റ് ഈസ് law of definite proportion അല്ലെങ്കിൽ law of constant proportion. സോ എന്താണ് ലോ? എങ്ങനെ സ്റ്റേറ്റ് ചെയ്യുക? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ്. ഒരു കോമ്പൗണ്ടിൽ എല്ലായ്പ്പോഴും അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ മാസുകൾ തമ്മിൽ നിശ്ചിത അനുപാതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു കോമ്പൗണ്ട് ആവും അല്ലേ? ഏതൊരു കോമ്പൗണ്ടിലും അതിൻ്റെ എലമെൻറ്റ്സുകൾ തമ്മിൽ നിശ്ചിത അനുപാതമുണ്ട്. ആ ഒരു അനുപാതത്തിൽ കമ്പൈൻ ചെയ്താൽ മാത്രമേ അതൊരു കോമ്പൗണ്ട് ആവുന്നുള്ളൂ. That is a simple law, law of definite or constant proportion. ഇതിൻ്റെ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചു വെക്കണം. The law is proposed by Joseph Proust. A given compound always contains the same proportion of elements by mass. ഇനി നമുക്ക് മൂന്നാമത്തെ ലോ പഠിക്കാം. തേർഡ് ലോ, law of multiple proportion, proposed by John Dalton. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോയാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. In law of multiple proportion, 2 elements combines to form more than 1 compound. 2 എലമെൻറ്റ്സ് കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഫോം ചെയ്യും. എക്സാമ്പിൾ, കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ഫോമിങ് 2 compounds. First, carbon and oxygen combines forming carbon monoxide. C plus half O2 എന്ന് എഴുതാം. Carbon and oxygen combines forming carbon monoxide. Then carbon and oxygen can combines forming carbon dioxide also. Carbon and oxygen combines forming carbon monoxide, and in another reaction carbon and oxygen combines forming carbon dioxide. Then what about the masses of carbon and oxygen in these 2 reactions? First reaction 12 gram carbon is combining with how many grams of oxygen? Half O2 എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ ആറ്റത്തിന് തുല്യമാണ്. ഓക്സിജൻ മോളിക്യൂളിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എത്ര വരും മാസ്? 16 gram. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് തന്നെ വരും. ഗിവിങ് CO. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ മാസ് വേണമെന്നില്ല. എന്താ സിഒയുടെ മാസ് വരിക? 12 പ്ലസ് 16, 28 gram. 28 gram CO വരും. ഇനി സെക്കൻഡ് റിയാക്ഷനിലും അതിൻ്റെ മാസിൻ്റെ അനുപാതം മാസ് നോക്കുക.
കാർബൺ എത്രയാണ്? 12 gram carbon is combining with how many grams of oxygen? 32 gram oxygen, giving how many grams of carbon dioxide? 12 plus 32, that is 44 gram CO2. So carbon and oxygen combines to form two compounds, carbon monoxide and carbon dioxide, where the mass of carbon is fixed in both reaction or same in both reaction. അല്ലേ? ഈ രണ്ട് റിയാക്ഷനിലും കാർബണിൻ്റെ മാസ് എത്രയാണ്? 12 gram ആണ്. അപ്പോൾ ഒരു ഫിക്സഡ് മാസ് ഓഫ് വൺ എലമെൻറ്റ് ദാറ്റ് ഈസ് കമ്പൈനിങ് വിത്ത് ഡിഫറെൻറ്റ് മാസ് ഓഫ് അനദർ എലമെൻറ്റ്. Law of multiple proportion states that when two elements combines to form more than one compound, the different masses of one of the elements combining with the fixed mass of other elements are in a simple ratio. That is law of multiple proportion. അതായത് രണ്ട് എലമെൻറ്റ്സ് കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അതിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആണ്. ഇവിടെ കാർബണിൻ്റെ മാസ് രണ്ട് റിയാക്ഷനിലും എന്താണ്? 12 gram ആണ്. അങ്ങനെയാണെങ്കിൽ അത് കമ്പൈൻ ചെയ്യുന്ന രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മാസുകൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാവും. ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. രണ്ട് എലമെൻറ്റ്സ് കൂടി ചേർന്ന് ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ടാവും. അതിലൊരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആണെങ്കിൽ അടുത്ത എലമെൻറ്റിൻ്റെ മാസുകൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാവും. നോക്കൂ, ഇവിടെ കാർബണിൻ്റെ മാസ് രണ്ടിലും 12 gram ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി മാസസ് ഓഫ് ഓക്സിജൻ ഇൻ ദിസ് ടു റിയാക്ഷൻസ്? ഫസ്റ്റ് റിയാക്ഷനിൽ 16, രണ്ടാമത്തെ റിയാക്ഷനിൽ 32. 16:32 or we can say it is 1:2. A simple ratio exists between the masses of oxygen. അപ്പോൾ അതാണ് law of multiple proportion. എന്താണ്? When two elements combines to form more than one products, the different masses of one element combining with the fixed mass of other element are in a simple ratio. അപ്പോൾ ഡിഫറെൻറ്റ് മാസസ് ഒരു ഫിക്സഡ് മാസുമായി കമ്പൈൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് മാസസുകൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാവും. ക്ലിയർ അല്ലേ? അതായത് 12 gram കാർബണുമായി കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസുകൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാവും. സോ ഹിയർ ദ റേഷ്യോ ഇസ് 1:2. ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. വി ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ്. ഏതൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാവും ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ? വാട്ടർ അല്ലേ? ഏറ്റവും കോമൺ ആയ വാട്ടർ ഫോം ചെയ്യാം, H2O. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ്. വാട്ട് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ്? H2O2. So hydrogen and oxygen combines forming H2O and H2O2. അതിൻ്റെ റിയാക്ഷൻസ് എഴുതി നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടറും H2O2 ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ഫോമിങ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, H2O2. ഇനി രണ്ടാമത്തെ റിയാക്ഷനിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ 1 mol വാട്ടറാണ് ഫോം ചെയ്യുന്നതെങ്കിൽ റിയാക്ഷനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? H2 പ്ലസ് ഹാഫ് O2 എന്ന് എഴുതാം. ഗീവ്സ് H2O. ഇവിടെ ഹാഫ് എന്ന് എഴുതാൻ കാരണം ഓക്സിജൻ എപ്പോഴും മോളിക്കുലാർ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. O2 ആയിട്ട് ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 mol വാട്ടർ ഉണ്ടാവണമെങ്കിൽ ഒരു ഓക്സിജൻ ആറ്റം മതി. അപ്പോൾ ഹാഫ് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഈസ് സിമിലർ ടു 1 ഓക്സിജൻ ആറ്റം. ഓക്കെ, ഹാഫ് മോളിക്യൂൾ ഓക്സിജൻ എടുത്താൽ അത് ഒരു ഓക്സിജൻ ആറ്റത്തിന് തുല്യമാണ്. അതാണ് ഹാഫ് O2 എന്ന് എഴുതുക. ഇവിടെ ഡയറക്റ്റ് O എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, കാരണം ഓക്സിജൻ എപ്പോഴും മോളിക്കുലാർ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ O2 എന്ന് മാത്രമേ ഓക്സിജൻ എഴുതാൻ പറ്റൂ. സോ ഹാഫ് O2, H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O. What is the masses of this different reactants? ഫസ്റ്റ് റിയാക്ഷനിൽ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? അറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ 2 gram. ഹൈഡ്രജൻ ഈസ് കമ്പയറിംഗ് വിത്ത് ഹൗ മെനി ഗ്രാംസ് ഓഫ് ഓക്സിജൻ? 32 gram ഓക്സിജൻ. സെക്കൻഡ് റിയാക്ഷനിലോ 2 gram ഹൈഡ്രജൻ ഈസ് കമ്പയറിംഗ് വിത്ത് ഹൗ മെനി ഗ്രാംസ് ഓഫ് ഓക്സിജൻ? ഹാഫ് O2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂളിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ ആറ്റത്തിന് തുല്യമാണ്, 16 gram ഓക്സിജൻ. So what is the ratio between masses of oxygen combining with hydrogen? 2 gram ഹൈഡ്രജൻ്റെ മാസ് രണ്ടിലും ഫിക്സഡ് ആണ്, 2 gram ആണ്. അതുമായി കമ്പൈൻ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസിൻ്റെ അനുപാതം എന്ത് വരും? ഇവിടെ 32:16 ഓർ എന്ത് വരും?
2:1. ഇവിടെ 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഓക്സിജൻ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് H2O2 H2Oയും ഫോം ചെയ്യാം. So this example is obeying law of multiple proportion. What is law of multiple proportion? When two elements combines to form more than one compounds, the different masses of one element combining with the fixed mass of other elements are in a simple ratio. That is law of multiple proportion. നമുക്ക് രണ്ട് ലോസ് കൂടി പഠിക്കാനുണ്ട്. അടുത്തത് Lussac law of combining gaseous volumes or simply Lussac law എന്ന് പറയും. അപ്പം Lussac law എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് വോളിയം, അതായത് ഗ്യാസസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷനിലാണ് നമ്മൾ Lussac law പറയുക. അപ്പോൾ ഗ്യാസിൻ്റെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ, അതാണ് Lussac law. വളരെ സിമ്പിളായിട്ടുള്ള ലോ ആണ്. നോക്കാം. അപ്പോൾ എന്താണ് ഗേഷ്യസ് റിയാക്ഷനിൽ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ അനുപാതത്തിനെ സൂചിപ്പിക്കുന്നതാണ് Lussac law. അപ്പോൾ നമുക്ക് ലോ ഇങ്ങനെ പറയാം. വെൻ ഗ്യാസസ് കമ്പൈൻസ് ഓർ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ റിയാക്ഷൻ, they do so in a simple ratio by volume, provided that all gases are at same temperature and pressure. എന്താണ്? When gases combines or are produced in a reaction, they do so in a simple ratio by volume, when all gases are at same temperature and pressure. അതായത് ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന റിയാക്ഷനിൽ അവയുടെ, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിൻ്റെ വോളിയങ്ങൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാവും. There exists a simple ratio between their volumes, provided that all gases are at the same temperature and pressure. നമ്മൾ എടുക്കുന്ന എല്ലാ ഗ്യാസസും ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലുമാണെങ്കിൽ അതിൻ്റെ വോളിയങ്ങൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാവും. അതാണ് Lussac law. വളരെ സിമ്പിളായിട്ടുള്ള ലോയാണ്. വെൻ ഗ്യാസസ് കമ്പൈൻസ് ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ റിയാക്ഷൻ, ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം, വെൻ ഓൾ ഗ്യാസസ് ആർ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇപ്പോൾ ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോൾ എല്ലാം ഒരേ ടെമ്പറേച്ചറും പ്രഷറുമായിരിക്കണം. അവിടെ ഒരു കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെമ്പറേച്ചറും പ്രഷറും മാറിയാൽ അതിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻസ് ടു ഫോം അമോണിയ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ഫോർമേഷൻ ഓഫ് അമോണിയ. ആ ഇക്വേഷൻ നോക്കാം. എന്താ അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ? എന്താ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. N2 + 3H2 gives 2NH3, അമോണിയ NH3. ഇവിടെ എല്ലാം ഗേഷ്യസ് ഫോമിലാണ്. നൈട്രജനും ഹൈഡ്രജനും അമോണിയയും ഗേഷ്യസ് ഫോമിലാണ്. ഈ Lussac law ഗേഷ്യസ് റിയാക്ഷൻസിൽ മാത്രമാണ് സ്യൂട്ടബിൾ ആവുക. ഒന്നെങ്കിൽ ഗ്യാസസ് കമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അങ്ങനെയുള്ള റിയാക്ഷൻസിലാണ്. ഇവിടെ ഇപ്പം റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും എല്ലാം ഗ്യാസാണ്. അപ്പോൾ ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവയുടെ വോളിയങ്ങൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാവും. ഇവിടെ വോളിയം, നമുക്കിവിടെ വോളിയം, നൈട്രജൻ്റെ വോളിയം 1 വോളിയം എടുക്കാം. വോളിയത്തിന് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വരാം. നമ്മളിപ്പോൾ ഏത് യൂണിറ്റ് എടുത്താലും 1 വോളിയം നൈട്രജൻ. ഇവിടെ എത്ര വോളിയം ഹൈഡ്രജനുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക? ഈ ബാലൻസ്ഡ് ഇക്വേഷനിൽ ഈ സമീകൃത സമവാക്യം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ 1 വോളിയം നൈട്രജൻ എത്ര വോളിയം ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? 3 വോളിയം ഹൈഡ്രജൻ. 1 വോളിയം നൈട്രജൻ react with 3 വോളിയം ഹൈഡ്രജൻ, giving how many volumes of ammonia? 2 volume ammonia. 1 വോളിയം നൈട്രജൻ 3 വോളിയം ഹൈഡ്രജനുമായി ചേർന്ന് 2 വോളിയം അമോണിയ ഫോം ചെയ്യുന്നു. ലിറ്ററാണ് യൂണിറ്റ് എങ്കിൽ 1 ലിറ്റർ നൈട്രജൻ കമ്പൈൻസ് വിത്ത് 3 ലിറ്റർ ഹൈഡ്രജൻ ഫോമിങ് 2 ലിറ്റർ അമോണിയ. അപ്പം വോളിയങ്ങൾ തമ്മിലുള്ള, ഇനി ലോ എന്താ പറയുക? ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയങ്ങൾ തമ്മിൽ നിശ്ചിത അനുപാതം ഉണ്ടാകും. വാട്ട് ഇസ് റേഷ്യോ ബിറ്റ്വീൻ ദിസ് വോളിയം ഓഫ് ദിസ് ഡിഫറെൻറ്റ് ഗ്യാസസ്? 1:3:2. Ratio between their volume is a simple ratio 1:3:2. That is Lussac law. And here all these gases are at the same temperature and pressure. ടെമ്പറേച്ചർ പ്രഷർ ഏതെങ്കിലും ഒരു ഗ്യാസിൻ്റേത് മാറിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ലോ നമുക്ക് ആപ്ലിക്കബിൾ ആവില്ല. കാരണം ടെമ്പറേച്ചറോ പ്രഷറോ മാറിയാൽ വോളിയം ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് ലോ ഇസ് അവഗാഡ്രോസ് ലോ.
ഇതും ഗേഷ്യസ് റിയാക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലോയാണ് അവഗാഡ്രോസ് ലോ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. Take an example. We take 3 different gases, hydrogen, nitrogen and oxygen, in 3 containers having equal volume. ഒരേ വോളിയമുള്ള 3 കണ്ടെയ്നേഴ്സിൽ 3 ഡിഫറെൻറ്റ് ഗ്യാസസ് എടുക്കുന്നു അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ, പ്രഷർ 180 m. 3 ഗ്യാസും ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. അതിൻ്റെ ഒരേ വോളിയമുള്ള കണ്ടെയ്നറിലാണ് എടുത്തിരിക്കുക. ദെൻ if we measure the number of molecules in each container, then it is found that in all the containers they have same number of molecules. ഇതിൽ ഹൈഡ്രജൻ്റെ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും തന്നെയാണ് നൈട്രജൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം, അത് തന്നെയാണ് ഓക്സിജൻ്റെയും എണ്ണം. സോ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ സെയിം ഇൻ ഈച്ച് കണ്ടെയ്നർ if all of them are at STP or same temperature and pressure condition, and we are taking equal volume. അപ്പോൾ ഇതാണ് അവഗാഡ്രോസ് ലോ. വെൻ വി ടേക്ക് ഡിഫറെൻറ്റ് ഗ്യാസസ് ഇൻ ഈക്വൽ വോളിയം ദേ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ ഹൗ ക്യാൻ വി സ്റ്റേറ്റ് അവഗാഡ്രോസ് ലോ? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈക്വൽ വോളിയം ഏത് ഗ്യാസ് ഒരേ ടെമ്പറേച്ചറും പ്രഷറിലും എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. Equal volume of all gases at same temperature and pressure contains equal number of molecules. So this STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇഫ് വി ടേക്ക് 1 mole ഓഫ് ഗ്യാസസ്, 1 mole ഹൈഡ്രജൻ, 1 mole നൈട്രജൻ ആൻഡ് 1 mole ഓക്സിജൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഈക്വൽ വോളിയം 1 mole ഗ്യാസ്, നമ്മളിപ്പോഴെടുത്ത് ഈ ഗ്യാസ് എല്ലാം 1 mole ആയിരുന്നുവെങ്കിൽ STPയിലുള്ള അതിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം വോളിയം ആയിരിക്കും. ആ വോളിയത്തിന് എന്ത് പറയും? മോളാർ വോളിയം എന്ന് പറയും. ഇഫ് യു ടേക്ക് 1 mole ഓഫ് ഗ്യാസ് അറ്റ് STP, then the volume is called മോളാർ വോളിയം. മോൾ എന്താണെന്നുള്ളത് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. മോളാർ വോളിയം ദറ്റ് ഈസ് 22.4 liters. So volume of 1 mole of gas is molar volume 22.4 liter. Avogadro's law നമ്മൾ പഠിച്ചു. Equal volume of all gases at same temperature and pressure contains equal number of molecules. അല്ലെങ്കിൽ നമുക്കതിനെ വേറെ രീതിയിൽ പറയാം. Volume is proportional to number of molecules. Volume of gas is proportional to number of molecules. ഈക്വൽ വോളിയം എടുത്താൽ അതിൽ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് വോളിയം ആണെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. അല്ലെങ്കിൽ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് അവഗാഡ്രോ ലോ ആസ് വോളിയം ഓഫ് ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അറ്റ് STP. ഈ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. STPയിലെ വോളിയം നമ്പർ ഓഫ് മോൾസിന് പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് അവഗാഡ്രോസ് ലോ. അപ്പോൾ നമ്മൾ 5 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ലോസാണ്. ഇതൊക്കെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ദാറ്റ് ഈസ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ടു ബി ഡിസ്ട്രോയ്ഡ്. രണ്ടാമത്തെ എന്തായിരുന്നു? ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ്. ദെൻ മൂന്നാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ദാറ്റ് ഈസ് when 2 elements combines to form more than one product, the different mass of one of the element combining with the fixed mass of other element are in a simple ratio. Then Lusac's law, when gases combine or are produced in a reaction, they do so in a simple ratio by volume. Then Avogadro's law, equal volume of all gases at the same temperature and pressure contains equal number of molecules. ഓക്കെ, ഈ 5 ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസാണ്. എല്ലാവരും നന്നായി പഠിക്കുക.